അപർണ ആൻഡ് വെൽക്കം ടു അപർണ സേസ്. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്ക് ആൻ ഔട്ട്ഫിറ്റ് ഇൻ മൺഡേ. അതായത് എനിക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്, ചെറിയ ബാറ്റിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം എൻ്റെ ഒരു പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഞാനൊരു ഒറ്റ ഔട്ട്ഫിറ്റ് ഫുൾ ഫ്രം സ്ക്രാച്ച്, അതായത് ഫ്രം സ്ക്രാച്ച്. എൻ്റെ ഇപ്പോൾ ഒന്നുമില്ല. ഇവിടെ നിന്ന് കോട്ടയം പോകണം, അവിടെ നിന്ന് മെറ്റീരിയൽസ് എടുക്കണം, എന്നിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് പോകണം. അമ്മയാണ് എൻ്റെ ഡ്രസ്സൊക്കെ തയ്ക്കുന്നത്. അപ്പോൾ ആളുടെ അടുത്ത് പോയിട്ട് അത് തയ്പ്പിച്ച് അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഈവനിങ്ങിനുള്ളിൽ റെഡിയാക്കണം. നാളെ എനിക്കൊരു ഫംഗ്ഷൻ ഇടാനുള്ളതാണ്. അപ്പം ഇതാണ് ചെയ്യാൻ പോകുന്നത്. കണ്ടാലോ? ആക്കി നല്ല ഉറക്കപ്പിച്ചിലായിരുന്നു. ഞാൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. എനിക്ക് ബസ് കാത്തു നിൽക്കാനായിട്ട് കൂട്ട് വേണം, ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പ് ഒന്നും പോലും പോകണ്ട, വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ്. എന്നിട്ടാണ് തൃശ്ശൂർ. ഓക്കെ, കുഴപ്പമില്ല. ഏതായാലും ബസ് കിട്ടി. ബസ് കയറി നമ്മൾ കോട്ടയത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം KSRTC സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പ്ലാനിൽ ചെറിയൊരു മാറ്റം ഉണ്ടായി. അതായത് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് പാലായിൽ പോവാം. പാലായിൽ എനിക്ക് ഷോപ്പ് അറിയാവുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നല്ലൊരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് ഇതിപ്പം ഇടിച്ചേനല്ലോ. ഓക്കെ, ഏതായാലും അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് തയ്പ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ അക്കോർഡിംഗ് ടു ദാറ്റ് പ്ലാൻ ഞാൻ കുറേ കഷ്ടപ്പെടണമല്ലോ. പിന്നെ അതനുസരിച്ച് സമയവും നമ്മളിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റി. തൊട്ടടുത്ത് തന്നെ കല്യാൺസ് ഉണ്ട്. അപ്പോൾ കല്യാണിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം അങ്ങനെ പറഞ്ഞിട്ട് വന്നു. എൻ്റെ കൂടെ ഫ്രണ്ട് വിഷ്ണുപ്രിയ ചേച്ചി ഉണ്ടായിരുന്നു. ഞാൻ VP എന്നോ വിഷ്ണുപ്രിയ ചേച്ചിന്നോ അങ്ങനെ സൗരമ്മലൊക്കെ വിളിക്കും. അപ്പം ആളുണ്ടായിരുന്നു. എനിക്കൊരു കോട്ടൺ ഡ്രസ്സ് എടുക്കണമായിരുന്നു, കാരണം എനിക്ക് ഒട്ടും കോട്ടൺ ഇല്ല. ഇവിടെ ഞാൻ മൊത്തം നോക്കി കുറച്ചധികം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പിങ്കും ഈ ഒരു ബ്ലൂ ഒക്കെ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ കുറച്ച് മയങ്ങിപ്പോയതാ ഇവന് മുന്നിലാണ്. എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്നെ അങ്ങോട്ട് ഹടാതെ ആകർഷിച്ചു. കാരണം എനിക്കിങ്ങനത്തെ ബ്ലോക്ക് പ്രിൻസ് വേണമെന്നായിരുന്നു വന്നപ്പോൾ തന്നെ ആഗ്രഹം. കളറും എനിക്കിഷ്ടമായി. അത് കഴിഞ്ഞപ്പോൾ അതായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്കും ഭയങ്കര ഇഷ്ടമായി, ചേച്ചിക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ അതെന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളതെടുത്തു. ഏതായാലും അത് കഴിഞ്ഞപ്പോഴാണ് പുതിയൊരാൾ വന്നിട്ട് എന്നെ നൈസായിട്ട് ആകർഷിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഞാൻ വീണില്ല. കുറേ ശ്രമിച്ചു. എനിക്കത് കണ്ടിട്ട് നന്നായിട്ട് ഇഷ്ടമായി. എനിക്ക് ആ ഒരു ഇൻഡിഗോ അല്ലെങ്കിൽ ഒരു ബ്ലൂ വൈറ്റ് ഷെയ്ഡിനോട് എപ്പോഴും ഒരു ഇഷ്ടമുണ്ട്. അത് കാരണം എനിക്ക് അങ്ങനത്തെ കുറേ ഉണ്ട് താനും. ഇതായാലും ഞാൻ ലാസ്റ്റ് എന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. എന്നിട്ട് അവിടെ നിന്ന് വേണ്ടാന്ന് വെച്ചു. ഇയാൾ കുറേ നേരമായിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ എടുത്തിട്ട് വരും എന്ന് വെച്ചാൽ കുറേ നേരം നോക്കി നിന്ന്, പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഇതായാലും അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വളയും മലയൊക്കെ ഉള്ള സെക്ഷൻ ഉണ്ട് അവിടെ കേട്ടോ. ഇവർ ഭയങ്കര ടാക്ടിക്സ് ആണ്. നമ്മളിത് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇത് വാങ്ങിക്കുമല്ലോ, അതാണ് ഇവരുടെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ നന്നായിട്ട് അനുഭവം വീണ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നൊരു വള വാങ്ങിച്ചു. നാളത്തെ ഫംഗ്ഷൻ ഇടാലോ എന്ന് ഓർത്തിട്ടൊരു റെഡ് കളർ വളയാണ്. ഇതാണ് വാങ്ങിയത്. എനിക്കെന്തായാലും അത് ഇഷ്ടപ്പെട്ടു. എനിക്കധികം വളയില്ല, ഞാൻ അങ്ങനെ വള യൂസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെ ലിപ്സ്റ്റിക് ഇരിക്കുന്നു, നോക്കൂ. പക്ഷേ ലിപ്സ്റ്റിക്കിൻ്റെ അടുത്ത് കുറേ നേരം നിന്നാൽ പ്രശ്നമാവുമെന്ന് എനിക്കറിയാം. എനിക്ക് അതുപോലെ ലിപ്സ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടായി. നമുക്ക് സാധനമൊക്കെ വാങ്ങിച്ചു. നമ്മുടെ സാധനം കിട്ടി കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമുക്കിനി വീട്ടിൽ പോകണം, തയ്ക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതാണ് ഇപ്പോഴത്തെ ടാസ്ക്. ഫുൾ എക്കണോമിക്കൽ. ഇവിടുന്ന് നടന്ന് അപ്പുറത്തേക്ക് പോകണോ? പോകണം. അതിനിവിടെ കുറച്ച് നടക്കാം. അവിടെ ഉണ്ടല്ലോ, എന്നാൽ അതിൽ പോവാം. ഇതിലേ പോകാന്നൊക്കെ പറഞ്ഞ് വഴി അറിയാൻ മേലത്തോലായിരുന്നു ഞാൻ കിടന്ന് കാണിക്കുന്നത്. ചേച്ചിയുടെ പോട്ടെ, ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ കോട്ടയത്താ. എന്നിട്ടാണ് എനിക്കറിയില്ല, എനിക്കിങ്ങനെ ഡയറക്ഷൻ ഭയങ്കര പാടാ. എത്ര വട്ടം പോയ സ്ഥലമാണെങ്കിലും അങ്ങനെയാ. അപ്പം ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ തയ്യക്കാർ വെയിറ്റ് ചെയ്യണം. എൻ്റെ അമ്മ എൻ്റെ മുഖം എടുക്കരുത്, നല്ല ദൂരമുണ്ട്. ഞാൻ തയ്ക്കണത് എടുത്തിടരുത്. ഇടും. എൻ്റെ സൗണ്ട് വരുമോ? ഇല്ല. സൗണ്ട് എടുത്ത് മുഖം എടുത്ത് അങ്ങനെ കുറേ ഡിമാൻഡ്സ് ഉണ്ടായിരുന്ന ആൾക്ക്. ഞാൻ അധികം മൈൻഡ് ചെയ്യാൻ പോയില്ല. ഞാൻ എന്തായാലും മുഖം കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഇനി അതിൻ്റെ പേര് തല്ലുകൊള്ളണ്ട എന്നോർത്ത് അത് മാത്രം ഞാൻ വിട്ടു. ബാക്കി ഏതായാലും ഞാൻ ഒന്നും കേട്ടിട്ടില്ല. എല്ലാം പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും അവിടെ ഇരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഉപദ്രവം അല്ലാതെ ഉപയോഗമൊന്നുമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാം. പുറത്ത് പോയിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല, വെറുതെ ഇരിക്കണ്ടല്ലോ. ഫുൾ ടൈം പ്രൊഡക്റ്റീവായിട്ട്, അതെ, പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പാഴാക്കാൻ എനിക്ക് ഇഷ്ടമല്ല. സമയം മോശം, ഭയങ്കര മോശം. മുകളിലെന്തോ ഗുൽമോഹർ എന്തോ കൊണ്ടത്തിന് അവിടെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിറങ്ങിയതാ. ക്ഷീണിച്ചിരിക്കുക. വീഡിയോ അല്ല, ഫോട്ടോ. എൻ്റെ കോലം കണ്ടു, വിയർത്ത് പോയി.
ഈ ലൊക്കേഷൻ നല്ല രസത്തില്ല. എൻ്റെ വീടിൻ്റെ മുകളിലുള്ള ഒരു വീടാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇവിടെ ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റ് ഷൂട്ടൊക്കെ ചെയ്ത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ചേച്ചിയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നാൽ ഫോട്ടോസ് എങ്ങനെയുണ്ടെന്ന് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു വീഡിയോ എടുക്കും. അപ്പം നമ്മൾ താഴെ അമ്മ തയ്ച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വീട്ടിൽ തയ്ച്ച് കഴിയുമ്പോൾ തന്നെ വണ്ടി വിടണം, എന്നാലേ ചെല്ലുള്ളൂ നല്ല സമയത്തോ കാലത്തോ. സമയത്തും കാലത്തും ഒന്നും കഴിഞ്ഞില്ല. ഏതായാലും അമ്മ കുറേ കഷ്ടപ്പെട്ടായാലും സന്ധ്യയ്ക്ക് മുമ്പ് അത് തീർത്തു കേട്ടോ. തീർത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അപ്പം തന്നെ ചാടി പിടിച്ച് ഇറങ്ങി ഷൂട്ടൊന്നും ചെയ്ത് സമയം കിട്ടിയില്ല അതിനിടയ്ക്ക്. എന്നിട്ടും ഞങ്ങൾ ലേറ്റായി. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴേക്ക് ഒത്തിരി രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഒത്തിരി അല്ല, എന്നാലും രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തെ ദിവസത്തിൻ്റെ പക്ഷേ പ്ലാൻ നടന്നതിൻ്റെ ഹാപ്പിനെസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ എല്ലാം തയ്ച്ചു കിട്ടി. ഇനിയിപ്പോൾ നാളെ ഇട്ടുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ലാസ്റ്റ് ചേർക്കാം. ഒരു ഫുൾ ഔട്ട്ഫിറ്റ് വീഡിയോ ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടാവും. അതായത് ഞാൻ പോയ ദിവസം, അപ്പോൾ ആ ദിവസത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഈ ഫുൾ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യും കേട്ടോ. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുമോ. ഞാൻ വീണ്ടും ഇങ്ങനത്തെ കുറേ വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് അപർണ സേസ്. ആൻഡ് ദിസ് ഈസ് അപർണ. ബൈ.